ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി, ഇത് എന്താണ് പറയുക, നമ്മുടെ കരിവേപ്പില. അത് ഉണ്ടാക്കുന്ന മെയിൻ ആൾ ഇയാളാണ്, അതായത് സോയാബീൻ. അതിനോടൊപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുക്കുന്നുണ്ട്, 1 സ്പൂൺ. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. സോയാബീൻ ഇങ്ങനെ 2-3 പ്രാവശ്യം കഴുകണം കേട്ടോ. ഇത് ഞാൻ 2-3 പ്രാവശ്യം, ആകെ 1 പ്രാവശ്യം ഇങ്ങനെ കഴുകി നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള അത് കട്ടില്ലേ അത് കളയണം നമ്മൾ. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകണം. ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ സോയ നന്നായിട്ട് കഴുകി ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് നല്ലോണം ഞെരടി അതിലുള്ളിൽ കട്ട് കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വയ്ക്കാം നമുക്ക്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് വൃത്തിയായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിൽ പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, കടുക് വറുക്കാൻ വേണ്ടി. കുറച്ച് അധികം വേണം കേട്ടോ, ഒരു 2-3 സ്പൂണോളം വേണം എണ്ണ. അപ്പോൾ എണ്ണ ചൂടായി നമുക്കതിലേക്ക് ജീരകം ഇടാം. അതിനൊപ്പം പിന്നെ 1 സ്പൂൺ കടുകും ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം, പിന്നെ പച്ചമുളക്, കരിവേപ്പില. നമുക്കെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ഇതൊരു മാതിരി മൊരിഞ്ഞു കിട്ടും. അപ്പം നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ഇനി ഇത് ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. ഈ തക്കാളിയും ഉള്ളിയും നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഉള്ളിയും തക്കാളിയും വേകാനായിട്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് വഴറ്റാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഞാൻ വേകാനായിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കുക കേട്ടോ, കുറച്ചൊരു 2-3 മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ ഉള്ളിയും വഴന്നു നോക്കാം. കുറച്ച് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇടാം. ഇനി ക്യാപ്സിക്കം ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് യോജിച്ചതിന് ശേഷം അതൊന്ന് വേകാൻ വേണ്ടി നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കയും നമ്മുടെ ടൊമാറ്റോയും ഒന്ന് വാടിയിട്ടുണ്ട്. ടൊമാറ്റോ നേരത്തെ വഴഞ്ഞിരുന്നു, അപ്പം ക്യാപ്സിക്കം ഇത്രയും മതി. ഒത്തിരി അങ്ങോട്ട് നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് നമ്മുടെ സോയ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിക്കാം. അതായത് ഒരു സ്പൂണോളം അതൊന്ന് വഴറ്റാൻ വേണ്ടി. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക, ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അത്രയൊന്നായാൽ മതി. അപ്പോഴത്തേക്കത് വെന്ത് കഴിയും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ പൊടി മസാലകളൊക്കെ ഇടാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഗ്രീൻ മിക്സിൻ്റെ മസാലപ്പൊടിയാണ്. പിന്നെ അതിന് ശേഷം ഷാഹി പനീർ എന്ന് പറഞ്ഞിട്ട് ഒരു പനീർ മസാലയുണ്ട്. അത് ഏകദേശം ഒരു കുറച്ച് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരാൾ ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അതായത് നമ്മുടെ മെയിൻ ആളാണ്. എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ചെറിയ സ്പൂൺ മുളക് പൊടി ഇത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കുറച്ച് ഒരു 2 മിനിറ്റ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരുന്നതുകൊണ്ട് ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞത് വെന്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ ഈ ഗ്ലാസ്സിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ, അതായത് വേകാൻ പാകത്തിന് ചാറെത്ര വേണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. അതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഇത് വേകാൻ വേണ്ടി. വെന്തവും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ കസ്തൂരി മേത്തി. അത് ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മല്ലിയില വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ ഇത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലതാണ്, നമുക്ക് വയറിനൊക്കെ ഇത് നല്ലതാണ്. ഈ കസ്തൂരി മേത്തി ചേർക്കുന്നത്, ജീരകവും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും അതൊരു നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് ഈ കസ്തൂരി മേത്തി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ കറിയെല്ലാം റെഡിയായി. അപ്പോൾ നമ്മുടെ സോയ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരാളെയും കൂടെ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നിലക്കടലയാണ്, നിലക്കടല പൊടിച്ചതും പൊടിക്കാത്തതും എല്ലാം കൂടെ എനിക്കിഷ്ടമായി ഇതിനകത്ത് അങ്ങനെ ഇടുന്ന. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി. സോയ മസാലക്കറി റെഡി. അങ്ങനെ നമ്മുടെ സോയ മസാലക്കറി റെഡി ആയിട്ടുണ്ട്.